ഏട്ടത്തി അടുത്ത ആഴ്ച വരും. എനിക്ക് നാളെ തന്നെ സ്വർണ്ണം എടുത്ത് തരണം. നാളെ ഒന്നും എടുക്കാൻ പറ്റില്ല. നീ എനിക്ക് കുറച്ച് സമയം കൊടുത്താ. ഒരാഴ്ച എന്ന് പറഞ്ഞല്ലേ എന്റെ അടുത്ത് സ്വർണം മേടിച്ചത്. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്തേലും പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ എന്ത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാനാ? നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ആ സ്വർണ്ണം എടുത്ത് തന്നത്. ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞില്ലേ? ഏട്ടൻ അറിഞ്ഞാ എന്നെ കൊല്ലും. ഞാൻ പറഞ്ഞു ചോദിച്ചോടെ സ്വർണ്ണം എടുത്ത് തരാൻ. ഞാൻ തോന്നുമ്പോ തരും, ചിലപ്പോ തന്നില്ലെന്ന് വരും. നീ എന്ത് ചെയ്യും? എടാ, ഇങ്ങനെ ചീറ്റ് ചെയ്യാറുന്നല്ലേ? നീ നോക്കിക്കോ, ഞാൻ ഏട്ടനോട് എല്ലാം പറയും. എന്റെ സ്വർണ്ണം എങ്ങനെയാ മേടിക്കേണ്ടതെന്ന് എനിക്കറിയാം. എന്റെ കയ്യിൽ ഫോണിലെ ചാറ്റും എല്ലാം ഉണ്ട്. മോളെ ഒന്നവിടെ നിന്ന്. നീ പോയി അമ്മയോടോ പോലീസിനോടോ ആരോടാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ പോയി പറഞ്ഞു. അവര് വന്ന് ചോദിക്കുമ്പോഴേ നമുക്കും ചിലത് കാണിക്കാനുണ്ട്. അളിയാ കാണിച്ചോളൂ. അയ്യോ പേടിക്കണ്ട, ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കാണിക്കൂല. അളിയാ നീ ആരെയും കാണിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല അളിയാ, നമ്മൾ പറയുന്ന എല്ലാ മീനും അനുസരിക്കൂലേ. അപ്പോൾ ഇത് നമ്മൾ രണ്ടുപേരും മാത്രം കണ്ടാ മതി. നീ അപ്പൊ ഇത്രയും കാലം എന്നെ പറ്റിക്കാർന്നല്ലേടാ? നീ പിന്നെ എന്താടി വിചാരിച്ചേ എനിക്ക് നിന്നോട് ദിവ്യ പ്രേമമായിരുന്നു? നീ എല്ലാ ദിവസവും എനിക്ക് അയച്ചിരുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം ദാ ഇതിലുണ്ട്. പിന്നെ ഞാൻ മോൾക്ക് തന്ന ഫോണ് ഹാക്കായിരുന്ന കാര്യം മോള് അറിഞ്ഞില്ലായിരുന്നല്ലേ? ദയവ് ചെയ്ത് എന്റെ ജീവിതം നശിപ്പിക്കും. ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യും. മിടുക്കി, മോള് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നമ്മൾ ഈ ചേട്ടന്മാർക്ക് ആവശ്യമുള്ള കുറച്ച് സഹായങ്ങൾ ചെയ്തു തന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസും ലോകം മുഴുവനും കാണും.